ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അല്ലാഹു ഉന്നതങ്ങൾ അല്ലാഹു എത്തിക്കട്ടെ. ആമീൻ. സ്വലാത്തുൽ ഫാത്തിഹ അനുഗ്രഹമാണ്. സ്വലാത്തുൽ ഫാത്തിഹ അനുഗ്രഹമാണ്. അത് എവിടെ ചൊല്ലുന്നവിടെ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ അല്ലാഹു ഇറക്കി തരും ട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഫളില് പറയാണ്. അമ്മിഞ്ഞ പാലിനു മധുരം ഒന്ന് നിണക്കാമോ, ആയൂരം പെറ്റുമ്മ വന്നാലും സ്വന്തം ഉമ്മയായിടുമോ. അന്നത്തെ പതില് പറയാ. അൽഹംദുലില്ലാ. നയന മനോഹരമായ ഒരു ഫളിലാട്ടോ. മനോഹരമായ ഫളില. ഒരു കുടുംബം നമ്മളെ നൂറെ ഹബീബ് തങ്ങളെ കാണാൻ വേണ്ടി കൊടക്കാടില്ല തോന്നുന്നുണ്ട്, ഇവിടെ മൂപ്പരെ കാണാൻ, കോട്ടക്കൽ മൂപ്പരെ കാണാൻ പോയിരുന്നു. നൂറെ ഹബീബ് തങ്ങളെ. കുട്ടി സംസാരിക്കൂല, ചെവി കേൾക്കൂല, വല്ലാത്ത വിഷമത്തിലായിരുന്നു. അപ്പൊ തങ്ങൾ ഓരോട് പറഞ്ഞു തരാം, ഞങ്ങള് സ്വലാത്ത്, ഞങ്ങൾ പോലെ അങ്ങനെ പറയാം. ഞങ്ങളും നൂറെ ഹബീബ് തങ്ങളെടുത്ത് പോയ തങ്ങൾ പറയും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോളി. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, സന്തോഷമാണ്. അങ്ങനെ വിഷമം എന്താ ചോദിച്ചപ്പോ തങ്ങളോട് പറഞ്ഞു തരൂല്, കുട്ടി എന്താ സംസാരിക്കൂല, ചെവി കേൾക്കൂല. തങ്ങളെ പറഞ്ഞു സ്വലാത്തുൽ ഫാത്തിഹ കേട്ടോ, അല്ലാഹു നിന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരല്ല ഇറക്കി തരുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. 2 കൊല്ലമായ കുടുംബം സ്വലാത്തുൽ ഫാത്തിഹ ഒരു ദിവസം പോലും മുടക്കാതെ കേൾക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ വീട്ടിലേക്ക് അല്ലാഹു ഇറക്കി കൊടുത്തു. ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. സ്വലാത്തുൽ ഫാത്തിഹ അത് വലിയൊരു നിഅമത്താണ്. അത് എവിടെ ചൊല്ലി നടന്ന റഹ്മത്തിന്റെ മലക്ക് ഇറക്കി കൊടുക്കും. ഒരു കുഞ്ഞു പെങ്ങൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എവിടെ സ്ഥലം? താനാളൂരില്ലേ? തങ്ങൾ ബാബാൻ തോന്നിയിരുന്നു അല്ലേ? അതെന്താ വിഷമം ഉണ്ടായത്? അല്ല, സംസാരിക്കൂല അല്ലേ? സംസാരശേഷി ഉണ്ടാവില്ല, തീർച്ച സംസാരിച്ചില്ല, തിരിയൊന്നുമില്ല അല്ലേ? അങ്ങനത്തെ തോന്നുന്നു ചെല്ലാൻ വരല്ലേ? ഏതാണ് കുട്ടിന്റെ പേര്? മാഷാ അല്ലാഹ്. പുഷാര അല്ലേ? എത്ര പഠിക്കണേ? മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മകനെ തീരെ സംസാരിക്കൂലായിരുന്നു, വലിയ വിഷമത്തിലായിരുന്നു. ഇവിടെ വന്നിരുന്നു, സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞു, സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി. അൽഹംദുലില്ലാ, അപ്പൊ പൊന്നുമോൻ ഉഷാറായിട്ട് സംസാരിക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ പോരാട്ടോ. അല്ലാഹു ബർക്കത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, ആ പൊന്നുമോനെ കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരു വിഷമവും നീ കൊടുക്കല്ല റബ്ബേ. സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. സ്വലാത്തു വ തസ്ലീമു വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താർ بخير البرية آيا صنم العيد الذي صفى حوله سناديد من وفد بعيد ومن قرب صلاة وتسليم وأزكى تحيتي على المصطفى المختار لخير البرية تنكست مقلوبا فما ذاق كلنا فمن هدنينا قد دارت الغير بالصعب
صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية. അല്ലാഹു ഖബൂലാക്കട്ടെ. വിഷമല്ല മാറ്റട്ടെ. കുടുംബത്തിന് ഒരു ഫാത്തിഹ ഓതണം. അല്ലാഹു ആ കുടുംബത്തിന് ഒരുപാട് ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. ഒരു ഫാത്തിഹ കിട്ടാൻ വേറെന്താ കുടുംബത്തിനൊരു ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ. പുണ്യ മക്കളിനെ ഉന്നതങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് വായിച്ചിട്ടില്ല, നാളെ വായിക്കാലോ. അല്ലാഹ് നാളെ നയന മനോഹരമായ ഫളിലാണ്. തിങ്കളാഴ്ച കേൾക്കണേ, ഒരാളെ കൈച്ചയും വീണുപോയി. കൈച്ചയും തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി തെരഞ്ഞു കിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, കൊടക്കാട്ടിക്ക് വന്നു. കൊടിമരത്തിന്റെ ഞാൻ അങ്ങനെ പോകുമ്പോ കൊടിമരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ദ്വാരിക്കുന്നുണ്ട്. എന്തോ ചോദിച്ചു, നിങ്ങളെ കാണാമെന്നാണ്. എന്തോ എന്റെ സ്വർണം പോയായിരുന്നു. കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞപ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഫോൺ വിളിക്കുമ്പോ കരഞ്ഞാൽ അപ്പൊ ഫോൺ ഓഫാക്കും. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരാളെ മുന്നിൽ ചെന്ന് കരയാൻ പാടില്ല. അത് ഇസ്ലാമിൽ ശിർക്കാണ്. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരാളെ മുന്നിലും ചെന്ന് കരഞ്ഞിട്ട് നമ്മളെ സങ്കടങ്ങള് പറയാൻ പാടില്ല. സങ്കടം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ മുന്നിലാണ് നമ്മൾ കരയേണ്ടത്. വേറൊരു മഖ്ലൂക്കിന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈമാൻ അല്ലാഹ് നഷ്ടപ്പെടുത്തോ. ഏതെങ്കിലും വല്ല തങ്ങളെ മുമ്പിലോ ഉസ്താദുമാരെ മുമ്പിലോ എവിടെയെങ്കിലും പോയി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആകുന്നതിന്റെ മുമ്പ് നീ അല്ലാഹുവിനോട് തൗബ ചെയ്യണേ. തൗബ ചെയ്യണം കേട്ടോ, തൗബ ചെയ്യണം. അതല്ലെങ്കിൽ നിനക്ക് ഈമാൻ അല്ലാഹ് തരൂല. എടോ, നിന്റെ വിഷമങ്ങളെ പറയേണ്ടത് അല്ലാഹുവിനോടാണ് കേട്ടോ. നീ കരയേണ്ടത് റബ്ബിന്റെ മുമ്പിലാണ്. റബ്ബിന്റെ മുമ്പിലാ കരയാ. മനസ്സിലായില്ലേ? ഇന്ത്യക്ക് മുന്നിൽ വന്ന് എല്ലാവർക്കും അറിയാം, എന്റെ മുന്നിൽ വന്ന് കരഞ്ഞാൽ ഞാൻ അവരെ ആട്ടിവിടും. അള്ളാഹുവിന്റെ മുന്നിലെ കരയുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ കേട്ടോ. അതുകൊണ്ട് ഒരാളെ മുന്നിലും ചെന്ന് കരയാൻ പാടില്ല. ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തൗബ ചെയ്യണം. പടച്ചവനെ, തെറ്റുപറ്റി നിന്റെ മുന്നിൽ കരയേണ്ട കണ്ണുനീര് മറ്റൊരാളെ മുന്നിൽ ചെന്ന് ഞാൻ കരഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹു കേട്ടോ. പിന്നെ എന്താണ് കേക്ക് അൽഹംദുലില്ലാഹ് തങ്ങളിപ്പ ഞാൻ 4 വർഷമായി മജ്‌ലിസ് കാണുന്നു. എന്റെ മോൻ ആക്സിഡന്റ് ആയി, വണ്ടി നല്ലോണം കേട് വന്നു. എന്റെ മോൻ 1 മാസം മുമ്പ് എന്നെ കാണാൻ വേണ്ടി ഫോണ് വിളിച്ചിട്ട് കിട്ടണില്ല. അത് നിങ്ങൾ ഇന്നെ വിളിക്കണം. നിങ്ങൾ വേറൊരു നമ്പറിൽ വേറെ ആൾക്കാരെ വിളിച്ചാൽ കിട്ടും. ഓരോ ഓഫാക്കിയിട്ടുണ്ടാവും. നൂറെ ഹബീബ് തങ്ങൾക്ക് വിളിച്ചാൽ വൈകുന്നേരം ഇന്നലെ 4:30 മണി 6 മണി വരെ എന്നെ കിട്ടും.